നമസ്കാരം. ചൈനയ്ക്ക് ഇന്ത്യ 8ന്റെ പണികൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സൗഹൃദ വലയങ്ങളിൽ ശക്തമായ പ്രകമ്പനം ഉണ്ടാക്കുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ചൈനയ്ക്കെതിരെ തിരിയുവാൻ ലോകരാജ്യങ്ങളെല്ലാം ഇപ്പോൾ തയ്യാറാകുന്നു എന്നത് നല്ലൊരു സൂചന തന്നെയാണ്. ഇന്ത്യ പറയേണ്ട ആവശ്യമില്ല താനും, കാരണം ലോകത്തിന് അത് വ്യക്തമാണ്. അതായത് ചൈനയുടെ പ്രവർത്തികൾ വ്യക്തമാണ്. ഇപ്പോഴിതാ നിരീക്ഷണ ക്യാമറകളിൽ നിന്നുള്ള ചൈനയുടെ ഒളിച്ചുകളി നേരിടാൻ ഇന്ത്യ ഒരു വലിയ ചുവടുവയ്പ് നടത്തുന്നു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ വിൽക്കുന്ന CCTV ക്യാമറകളുടെ അവശ്യ സുരക്ഷാ പാരാമീറ്ററുകൾ നിർബന്ധമാക്കുന്നതിന് നിർബന്ധിത രജിസ്ട്രേഷൻ ഉത്തരവിൽ സർക്കാർ ഭേദഗതി വരുത്തി കഴിഞ്ഞു. ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ സൈനിക സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിലുടനീളം സ്ഥാപിച്ചിരിക്കുന്ന ചൈനീസ് CCTV ക്യാമറകളുടെ വെബ് വഴി ചൈന നടത്തുന്ന ഒളിഞ്ഞുനോട്ടങ്ങൾ എങ്ങനെ പ്രതിരോധിക്കാമെന്നതിനെ കുറിച്ചുള്ള ആലോചനകൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ ഈ സുപ്രധാന നീക്കം. ദേശീയ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയതോടെ ചൈന തലകുനിച്ച അവസ്ഥയിലാണ്. നാളിതുവരെ ചൈനീസ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നത് പരിശോധിക്കാൻ ഇന്ത്യൻ സർക്കാരിന് യാതൊരുവിധ സംവിധാനവും ഇല്ലായിരുന്നു എന്നത് പറയണം. രാജ്യത്ത് ഉപയോഗിക്കുന്ന അത്തരം ഉപകരണങ്ങളുടെ സർട്ടിഫിക്കേഷനിൽ അഗ്നി അപകടമോ ഈടുനിൽക്കുന്നതോ പോലെയുള്ള വശങ്ങൾ മാത്രമാണ് പരിശോധിച്ചത്. സുരക്ഷയോ ഇപ്പറഞ്ഞ ഒളിഞ്ഞുനോട്ട ഭീഷണിയോ ഒന്നും ഗൗനിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോ ഇന്ത്യ ഒരു മാറ്റത്തിലേക്ക് കടന്നിരിക്കുകയാണ്, ഒരു സുപ്രധാന നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ഇന്ത്യയിൽ വിൽക്കുന്ന CCTV ക്യാമറകൾക്കുള്ള നിർബന്ധിത രജിസ്ട്രേഷൻ ഓർഡർ ഭേദഗതി ചെയ്തതോടെ ചൈനയുടെ പ്ലാനുകളെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായിരിക്കുകയാണ്. ഈ ഭേദഗതി എല്ലാ CCTV ക്യാമറകളുടെയും അത്യാവശ്യ സുരക്ഷാ പാരാമീറ്ററുകൾ പരിശോധിക്കുന്നത് നിർബന്ധമാക്കുന്നുണ്ട്. പുതിയ നിയന്ത്രണം ഈ വർഷം ഒക്ടോബർ 9 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് വിവരം. ഇത്തരം കാര്യങ്ങളിൽ ദേശീയ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നത് നിർണായകമാണ്. പ്രത്യേകിച്ച് സർക്കാരിന്റെയും സൈനിക സ്ഥാപനങ്ങളുടെയും സെൻസിറ്റീവ് സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ. ഈ നിരീക്ഷണ ക്യാമറകൾ കൃത്യമായി പരിശോധിക്കുന്നതിനും സാക്ഷ്യപ്പെടുത്തുന്നതിനുമുള്ള മാർഗനിർദ്ദേശങ്ങൾ സജ്ജമാക്കുന്നത് ഒരു വിവേകപൂർണമായ നീക്കം തന്നെയാണ് എന്നത് അടിവരയിട്ട് പറയണം. ഇന്ത്യയിൽ ഓരോ മുക്കിലും മൂലയിലും 2 ദശലക്ഷത്തിലധികം നിരീക്ഷണ ക്യാമറകൾ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതിൽ ചൈനീസ് കമ്പനികൾ നിർമ്മിച്ച 1 ദശലക്ഷത്തോളം ക്യാമറകൾ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും മറ്റിടങ്ങളിലുമൊക്കെ ഉണ്ട്. ഇത് ചൈനയ്ക്ക് ഒളിഞ്ഞു നോക്കുവാനുള്ള ഒരു ഉപകരണമായി മാറുമോ എന്ന സംശയം ശക്തമാണ്. ഗുരുതരമായ അപകട സാധ്യത ഇത് സൃഷ്ടിക്കുന്നുണ്ട്. ഇത് രാജ്യസുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ്. ചൈനീസ് CCTVകളുടെ വിപണി പ്രവേശനം ആഭ്യന്തരമായി 80%, സർക്കാർ ഇൻസ്റ്റലേഷനുകളിൽ 98%ആണെന്ന് കണക്കാക്കുന്നുണ്ട്. വിദഗ്ധർ പറയുന്നത് പോലെ രാജ്യങ്ങൾ ഇനി അതിർത്തിക്കപ്പുറത്തേക്ക് ചാരന്മാരെ അയക്കേണ്ടതില്ല. മറിച്ച് ഇത്തരം സംശയാസ്പദമായ CCTVകൾ ഏതൊരു രാജ്യത്തിന്റെയും കണ്ണുകളായി മാറും. മറ്റ് രാജ്യങ്ങളുടെ കാര്യങ്ങൾ ഒപ്പിയെടുക്കാൻ ശത്രുരാജ്യങ്ങൾക്ക് അനായാസം സാധിക്കുമെന്ന് ചുരുക്കം. സാങ്കേതിക ബുദ്ധിയുടെ ഏറ്റവും മികച്ച ഉപകരണമാണ് ഇത്തരം ക്യാമറകൾ. ഇന്ത്യയിലുടനീളം ഇത്തരം ഉപകരണങ്ങളുടെ അനിയന്ത്രിതമായ വ്യാപനം ഗുരുതരമായ സുരക്ഷാ അപകടമാണ് ചൂണ്ടിക്കാട്ടുന്നത് എന്നാണ് പറയേണ്ടത്. ഇത്തരം ലക്ഷക്കണക്കിന് നിരീക്ഷണ ക്യാമറകളിലൂടെ ചൈന ഇന്ത്യയിലേക്ക് വമ്പൻ പ്ലാനുകൾ മെനയുന്നു എന്ന ഭീഷണിയുമുണ്ട്. സുരക്ഷാ വിദഗ്ധർ പോലും ഇത്തരം സുരക്ഷാ ഭീഷണിയെക്കുറിച്ചുള്ള ഗുരുതരമായ ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇത് വിദൂര നിരീക്ഷണത്തിലേക്കും ഡാറ്റ നഷ്ടത്തിലേക്കും നയിച്ചു എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ ഉപകരണങ്ങളിൽ അവശ്യ സുരക്ഷാ പാരാമീറ്ററുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കാനുള്ള ഗവൺമെന്റിന്റെ നടപടി സ്വാഗതാർഹമാണെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ചൈനീസ് കമ്പനികളുടെ 10 ലക്ഷത്തോളം CCTVകൾ സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇലക്ട്രോണിക്സ് IT സഹമന്ത്രി സഞ്ജയ് ധോത്രെ ലോക്സഭയെ അറിയിച്ചിട്ടുള്ളത്. അതോടെയാണ് ഈ വിഷയം പാർലമെന്റിൽ എത്തുന്നതും. ചൈനീസ് കമ്പനികളും അവരുടെ ഇന്ത്യൻ പങ്കാളികളും മിക്കവാറും എല്ലാ സ്മാർട്ട് സിറ്റികളിലും സ്റ്റേറ്റ് പോലീസ്, അതുപോലെ ഹൈവേകൾ, എയർപോർട്ടുകൾ, മെട്രോ റെയിൽവേ, മറ്റ് മന്ത്രാലയങ്ങളിൽ, ആഭ്യന്തര മന്ത്രാലയത്തിൽ, ഓർഗനൈസേഷനുകളിലൊക്കെ CCTVകൾ സ്ഥാപിച്ച് ബ്ലാക്ക് ഡോർ ആക്സസ് വഴി ചൈനയിലേക്ക് സ്ഥിരമായി ഡാറ്റകൾ അയക്കുന്നുവെന്നും സുരക്ഷാ ഏജൻസികൾ ഭയപ്പെടുന്നുണ്ട്. എന്തായാലും ചൈനയുടെ നീക്കങ്ങൾ, അതായത് ചൈനീസ് ക്യാമറകൾക്ക് പൂട്ടിടാനാണ് ഇന്ത്യയുടെ നീക്കം. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുവാനോ ചൈന ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു ഉഗ്രൻ പൂട്ട് തന്നെയാണ് ഇനി ഇന്ത്യ ഇടാൻ പോകുന്നത്. ചൈനയുടെ ഒരു പ്ലാനും ഇന്ത്യയിൽ നടക്കില്ല എന്നത് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്.